എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തിൽ ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അമ്മാവനൊരു പൊങ്ങൻ തന്നെയാണ്. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഈ പറയുന്നത് ഞാൻ ചോദിച്ചത്, രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ സമരം നടക്കുന്ന ഇത്രയും സമയത്തോളം? അതായത് 21 ദിവസം നിരാഹാര സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സോണിയ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജനറൽ സെക്രട്ടറിമാർ ആരെങ്കിലുമോ അതിന് പോയിട്ടില്ല. മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം CJPക്ക് ബദലായിട്ട് ഹരിയാനയിൽ ബദൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇപ്പോ സോനം വാങ്ചുക്കിനെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇവർ ഈ പാർലമെന്റ് മാർച്ച് നടത്തുകയും പാർലമെന്റ് മാർച്ച് അക്രമാസക്തമാവുകയും സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് തിരികെയും ചെയ്ത ഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റണം എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടല്ലേ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ താങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന 2026 നീറ്റ് പേപ്പർ ലീക്ക് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണോ? ഞാനത് മറന്നു. 2013 ആദ്യമായിട്ട് നീറ്റ് UPA സർക്കാരിന്റെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആ പരീക്ഷ സുപ്രീം കോടതി ഇടപെട്ട് കോഷ് ചെയ്തിട്ട് എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? നീറ്റ് എക്സാം ലീക്കേജുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രതികരണം നടത്തുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന് വെച്ചാൽ 3 ദിവസം മുമ്പ് അദ്ദേഹം ഉത്തരാഖണ്ഡിലായിരുന്നു. 6 കോടിയാ പ്രിയകുമാർ താപ എന്ന് പറയുന്ന ഒരു 19-കാരി ആത്മഹത്യ ചെയ്തു ഈ നീറ്റ് പേപ്പർ ലീക്കിന്റെ പ്രത്യാഘാതത്തിന്റെ പുറത്താണ്. അവർ 6 മകളാ. ഐ ലവ് യു പപ്പ ആൻഡ് ഡാഡി എന്ന് 2 ലൈൻ എഴുതി വെച്ചിട്ട് ആ കുട്ടി കെട്ടിത്തൂക്കിയത് ഈ സർക്കാരിന്റെ പരാജയം കാരണം. അയാൾ 6 മകനാണെന്നറിയാമോ? രാജേഷ് മാൾ എന്ന് പറയുന്ന കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ദേശസ്നേഹിയുടെ, ഈ സംഘപരിവാരത്തെ പോലെ കപട ദേശസ്നേഹിയല്ല, ആത്മാർത്ഥ ദേശസ്നേഹിയായ ഒരു ജവാന്റെ മകളെ മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. ആ താപയെ, ഈ റിയാകുമാർ താപയുടെ പിതാവായ രാജേഷ് മാളിനെ ചേർത്ത് പിടിച്ച് 25,000 വിദ്യാർത്ഥികളുമായി റിയയുടെ നാട്ടിൽ ഉത്തരാഖണ്ഡിലായിരുന്നു രാഹുൽ ഗാന്ധി. ഞങ്ങൾ രാജ്യത്താകെ സമരത്തിലാണ്. അതിന് മീഡിയ അറ്റൻഷൻ കിട്ടിയോ? അതിനേക്കാൾ കൂടുതൽ CJPക്കാണോ കിട്ടിയത് എന്ന ഏറ്റക്കുറച്ചിലുകളൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. പിന്നീട് വലിയ ദാക്ഷിണ്യന്റെ ഭാഷയിൽ ശംഖു ചോദിച്ചു, രാഹുൽ ഗാന്ധി എവിടെ? കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നരേന്ദ്രമോദി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ചോദിച്ച് രാഹുൽ ഗാന്ധി സമരത്തിൽ ഇല്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ശംഖു, അങ്ങനെ ചോദിച്ച നിങ്ങളുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതിയുടെ വീട്ടുമുറ്റത്താണ് രാഹുൽ ഗാന്ധി ഇന്ന് വന്ന് നിന്നത്. മനസ്സിലായോ? തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എവിടെ എന്ന് ചോദിച്ചവന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കാൻ ഒരു ഈച്ച പോലും കടക്കാത്ത സുരക്ഷ അടച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അടക്കം നേതാക്കളുടെ ഓഫീസിലും മറ്റും IB ഉദ്യോഗസ്ഥരെ രഹസ്യ പണിക്ക് നിങ്ങൾ വിട്ടിരിക്കുന്ന IB ഉദ്യോഗസ്ഥന്റെ ഒരു ചെവിയിൽ കൂടെ പോലും കടക്കാതെ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസിന്റെ MPമാരെയുമായിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ കോൺഗ്രസിന് അറിയാമെങ്കിൽ ഈ സമരം കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം. അതിന് ഈ ശംഖുവിന്റെ ആജ്ഞാപനത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഞങ്ങൾ ഈ സമരം ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഡീൻ കുര്യാക്കോസിനെ പിടിച്ചു തള്ളി ഡീൻ കുര്യാക്കോസ് തിരിച്ചു തള്ളുന്ന ചിത്രം കാണിക്കാമോ എന്ന് അഭിലാഷിനെ വെല്ലുവിളിക്കുന്ന കേട്ടു. ഞാൻ കാണിക്കല്ലോ. എന്തിനാ അഭിലാഷ് കാണിക്കുന്നത്? പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഞാനൊരു കാര്യം പറയട്ടെ ശംഖു, പോലീസ് അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണ സംവിധാനം അറസ്റ്റ് വരിപ്പിക്കാൻ വേണ്ടി, കയ്യാമം വെക്കാൻ വേണ്ടി വരുന്നതിലൊന്നും പ്രശ്നമില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കയ്യാമം വെച്ച ശേഷം ഈ ഇടിവണ്ടി എന്ന് നമ്മളൊക്കെ ഇവിടെ വിളിക്കുന്ന പോലീസ് വാനിന്റെ ഉള്ളിൽ കേട്ടിട്ട് രാജ്യത്തെ ഒരു നേതാവിനെ, ഒരു പാർലമെന്റേറിയനെ കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ആ പാർലമെന്റേറിയൻ അവിടെ പോയി ഇതാ, അയ്യോ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി നിങ്ങളുമായി യുദ്ധത്തിനില്ല, നിങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചോളാമെന്ന് 7 തവണ മാപ്പെഴുതി കൊടുക്കാൻ കോൺഗ്രസുകാരുടെ പാരമ്പര്യം ഈ പറയുന്ന വീർ സവർക്കറിന്റെ അല്ല. നിങ്ങൾ വീർ സവർക്കർ എന്ന് വിളിക്കുന്ന വിനായക് ദാമോദർ സവർക്കറിന്റെ അല്ല. പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? അടിച്ചാൽ, പാർലമെന്റേറിയന്റെ മുഖത്തടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെ കോൺഗ്രസിന് അറിയാം. ഗാന്ധി മാർഗം മാത്രമൊന്നും എല്ലാ കാലത്തും ഞങ്ങൾക്ക് വഴങ്ങില്ല. നിങ്ങൾ പറയുന്ന മറ്റേ ഈ മാപ്പെഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അതും നിങ്ങൾ അവിടെ നാഗ്പൂർ ആസ്ഥാനത്ത് നിങ്ങളുടെ കൂട്ടരെ പഠിപ്പിച്ചാൽ മതി, ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട.
തിരിച്ച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണെന്ന് ഈ സമരത്തിന്റെ മാർഗം. എന്താ തെറ്റ്? നേരത്തെ എ റഹീം പറഞ്ഞത് വളരെ കൃത്യമാണ്. അവിടെ ഈ വിദ്യാർത്ഥികൾ ആദ്യം ഹങ്കർ ഫാസ്റ്റുമായാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോ ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടു, എന്താണ് നമ്മുടെ ശങ്കുറ്റി ദാസ് എന്തെങ്കിലും പെർമിഷൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട് ശങ്കു. ജന്തർ മന്ദറിൽ സമരം ചെയ്യണമെങ്കിൽ അവിടെ ഡൽഹി അതോറിറ്റിയുമായി സാങ്ഷൻ എടുക്കാതെ അവർക്ക് സമരപന്തൽ കെട്ടാൻ പറ്റില്ല. അവരവിടെ അങ്ങനെ തന്നെയാണ് സമരം നടത്തിയത്. ആ പറയുന്ന മനുഷ്യനെ നിങ്ങൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, ചൈനയിലൊക്കെ മുഖം കെട്ടുന്നത് പോലെയാണ്, മുഖം മറയ്ക്കുന്നത് പോലെ. എന്തിനാ ഈ മുഖം മറച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഇമോഷൻ പോലും നാളത്തെ പത്രങ്ങളിൽ വാർത്തയാവരുത് എന്ന് നിങ്ങൾക്ക് വാശിയുണ്ട്. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോ ആ സമരം ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യങ്ങളെ മുഴുവൻ വെള്ളത്തുണി കെട്ടി അങ്ങ് കബറടക്കിയേക്കാം എന്ന് കരുതിയവരുടെ കരണത്തേറ്റ അടിയാണ് ശങ്കു ഇന്നത്തത്. കരണത്തേറ്റ അടി. നിങ്ങൾ ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവർ മുമ്പോട്ട് വെക്കുന്ന വിഷയത്തെ മുഴുവൻ അങ്ങ് അറസ്റ്റ് ചെയ്ത് കബറടക്കിയേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് കേരളത്തിലെ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി കാണിക്കുകയും അതിന് കോൺഗ്രസ് പിന്തുണ നൽകുകയും ചെയ്തതാണ് ഇന്നത്തെ സമരം. രാഘവൻ പറഞ്ഞത് വാസ്തവം. 56 എക്സാം പേപ്പറുകളാണ് ശങ്കു നിങ്ങളുടെ കാലത്ത് ലീക്ക് ചെയ്യപ്പെട്ടത്. നിങ്ങൾ 2014 നീറ്റ് തുടങ്ങിയപ്പോഴത്തെ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ 156 പേപ്പറുകൾ രാജ്യത്ത്, ലോകത്ത് ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ശരിയല്ലോ. അതെ അതെ ശരിയാണ്. 156 പേപ്പറുകൾ ലീക്ക് ചെയ്തു. അനൌദ്യോഗിക കണക്ക് 78 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. 78 വിദ്യാർത്ഥികൾ. ഔദ്യോഗികമായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയുന്നത് 36 വിദ്യാർത്ഥികൾക്ക് കെട്ടി തൂങ്ങേണ്ടി വന്നു. നരേന്ദ്രമോദി ഭരണത്തിന്റെ പിടിപ്പ് പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. പിടിപ്പ് കേടുകൊണ്ട് എന്നിട്ടിരുന്നു വർത്താനം പറയാം. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. നാണെന്ന് പറഞ്ഞ സാധനം വേണ്ടേ? വിദ്യാർത്ഥികൾ മുഴുവൻ ഡൽഹി ആസ്ഥാനത്ത് സമരത്തിന് വന്നിട്ട് ദില്ലി പോലീസ് ബാത് കരോ, ഹാവോ ഹമാരെ സാത്ത് ചലോ, ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു ദില്ലി പോലീസിനോട് വിദ്യാർത്ഥികളും രാജ്യത്തെ ഈ ഭരണാധിപന്മാരോട് മുഴുവൻ പ്രതിപക്ഷവും പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ലെറ്റ്സ് ഹാവ് എ ടോക്ക് എന്ന് പറയാനുള്ള ആർജവമില്ലാത്തത് അതല്ലേ പ്രശ്നം? ഒരു സംസാരത്തിനുള്ള സ്പേസ് പോലും കൊടുക്കാതെ ഈ CJPയും കോൺഗ്രസും മുമ്പോട്ട് വെക്കുന്ന ആവശ്യം എന്താ? ആത്മഹത്യ ചെയ്യേണ്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 5 കോടി നഷ്ടപരിഹാരം. എന്താ പ്രശ്നം? അതും ന്യായമായ ഒരു ആവശ്യമല്ലേ? രണ്ടാമത്, ഇതിനെല്ലാം കാരണക്കാരനാകുന്ന NDA ചെയർമാന്റെയും ആ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി. എന്താ ന്യായമായ ഒരു ആവശ്യമല്ലേ? നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.